പ്രതീക്ഷയുടെ ഒരു നേർത്ത കിരണം വരുന്നുണ്ട്. ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് അബ്ബാസ് അരാക്ചി ഇറാനിയൻ വിദേശകാര്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്ക് താല്പര്യമാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുന്നത് ഒരു പകൽ മുഴുവൻ നീണ്ട വലിയ ആശങ്കകൾക്കൊടുവിലാണ്. നമ്മൾ ഇന്നത്തെ പകൽ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളാണ്. പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കുകയും ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തുകയും ചെയ്തൊരു വാർത്താപ്പകലാണ് കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങളുടെ ബന്ധുക്കളോട്, ഗൾഫ് മേഖലയിലുള്ള പ്രിയപ്പെട്ട മനുഷ്യരോട് നിങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമായി തന്നെ തുടരുന്നു എന്നാണ് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്ന് ചർച്ചയ്ക്കുള്ള ഒരു സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. തുർക്കി ഉടൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ ഈ ആശങ്കയെ അറിയിച്ചിട്ടുണ്ട്. ഓരോ രാജ്യത്തിൻ്റെയും പരമാധികാരം സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ് എന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ചൈന ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. ജർമ്മനിയും ഫ്രാൻസും ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ഇസ്രയേൽ, US, ഇറാന്റെ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടും ഒക്കെ രംഗത്ത് വരുന്നു. മറുഭാഗത്ത് UK അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനെയും അപലപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ആശങ്ക ഒഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. പക്ഷേ അബ്ബാസ് അരാക്ചി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. തുർക്കി മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ രാത്രി പുലരുമ്പോഴേക്കും സമാധാനത്തിൻ്റെ ഒരു സൂര്യനുണ്ടാവും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ ശുഭസൂചനയോടുകൂടി നമ്മൾ ഇന്ന് തുടങ്ങുന്നു. ഇറാനുമേൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണത്തിനു പിന്നാലെ പൂർണ്ണമായും അശാന്തമായിരിക്കുകയാണ് പശ്ചിമേഷ്യ. അക്ഷരാർത്ഥത്തിൽ ഒരു പ്രാദേശിക യുദ്ധമായി മാറുന്നു.